രവിയേട്ടൻ്റെയും എൻ്റെയും നമസ്കാരം എല്ലാവർക്കും. ഞങ്ങൾ കവിത പ്രയാണം തുടരുന്നു. ഇന്നത്തെ കവിത ഇന്ന് നമ്മൾ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ കവിതയാണ്. ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾക്കുള്ള താക്കീതാണ്. ശരി, ഭരണകർത്താക്കൾക്കെതിരെയുള്ള ഒരു പ്രത്യേക ഭരണകർത്താക്കളല്ല. കവി പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾ തന്നെ കഴിഞ്ഞു, പക്ഷെ പാവപ്പെട്ടവന്റെ നിലയിൽ ഒരു മെച്ചവും കാര്യമായിട്ട് വന്നിട്ടില്ല. അവൻ ഇന്നും കോരന് കഞ്ഞി കുമ്പിൾ എന്ന് പറഞ്ഞ അതേ അവസ്ഥയിലാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. കവിത എഴുതിയത് ഏത് സമയത്താണെന്നുള്ള ഓർമ്മ ഉണ്ടോ? ഇത് ഏകദേശം ഇതൊക്കെ എല്ലാം 78 മുമ്പാണല്ലോ. ആ ഒരു സമയത്ത് 10 കവി പ്രതികരിച്ചു എന്നർത്ഥം. അതെ, അത് സ്വാതന്ത്ര്യം കിട്ടി 3 നൂറ്റാണ്ട് 3 ദശാബ്ദം കഴിഞ്ഞിട്ട് മാറ്റം വന്നിട്ടില്ല. അപ്പോഴാണ് പറയുന്നത്. കവിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് പലതും. കവി പറയുന്നത് ഒരു മരത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതിൻ്റെ മൂലത്തിന് അതിൻ്റെ വേരുകൾക്കും കൂടെ കൊള്ളണം. വേരിന് വെള്ളമൊഴിച്ചാലേ അത് ചെടി വളരുകയും വൻ വൃക്ഷമാവും തീരുകയും ചെയ്യുള്ളൂ. അതുപോലെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പ്രകാരാന്തരേണ മറ്റു തരത്തിൽ കവി പറയുന്നത്. കവിതയിലൂടെ പ്രതികരണം. അതെ അതെ, എല്ലാ കാലത്തും പ്രസക്തിയുള്ള കവിതയാണിത്. ഒരു പ്രത്യേക ഗവൺമെന്റിനെ വീക്ഷിച്ചുകൊണ്ടൊന്നല്ല, ഒരു പ്രത്യേക ഗവൺമെന്റിനെയോ ആളുകളെയോ ഉദ്ദേശിച്ചൊന്നല്ല കവിത. ആളുകൾക്ക് ജനസാമാന്യത്തിന് നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കവി ഉദ്ബോധിപ്പിക്കുന്നത്. അതാണ് വെള്ളം. 1000 സംവത്സരങ്ങളായി പാരൽ പ്രജായത്ത ധർമ്മവിളവുകൾ നല്ല മട്ടിൽ കൊയ്തെടുത്തേ മലനാടു നെല്ലറയാക്കി പുതുക്കി പണിതവർ. നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെയായിരുന്നു. കേരള വീരപ്പെരുമാക്കൾ നീതിയും വീര്യവും ധർമ്മവും തീനിട്ട് പോറ്റിയ വീരഭൂവാണിത്. ചുറ്റും മറക്കായിക നിങ്ങൾ. കേരളം തൊട്ടുകളിക്കുന്ന കൂട്ടരെ ശാശ്വത വിശ്വഭരണകൂടങ്ങളെ സന്ധ്യാ തിരിക്കും കരത്തെ മറക്കുകിൽ അന്ധജനതൻ തോളിൽ ചവിട്ടി മന്ത്രിപീഠത്തിൽ ഞെളിഞ്ഞു കയറുകൾ. ബാക്കി ഞാൻ ചൊല്ലാം. ആയിക്കോട്ടെ, എവിടം വരെ ചൊല്ലാം? തുടക്കത്തിൽ അത്ര ചെറിയ കവിത നോക്കണം, അത്ര ഉള്ളൂ. അപ്പൊ ഇതിന് താളത്തിൽ വരുമോ എന്ന് നമുക്ക് നോക്കണം. താളം നിങ്ങൾ നിങ്ങളുടേതായ ട്യൂണിൽ പാടാം. ഞാൻ ഏതോ താളമില്ല. 1000 സംവത്സരങ്ങളായി പാരിൽ പ്രജായത്ത ധർമ്മവിളവുകൾ നല്ല മട്ടിൽ കൊയ്തെടുത്തേ മലനാടു നെല്ലറയാക്കി പുതുക്കി പണിതവർ. കേരള വീരപ്പെരുമാക്കൾ നീതിയും വീര്യവും ധർമ്മവും തീനിട്ടു പോറ്റിയ വീരഭൂവാണിതു. ചുറ്റും മറക്കായ കേരളം തൊട്ടു കളിക്കുന്ന കൂട്ടരെ ശാശ്വത വിശ്വഭരണകൂടങ്ങളെ ശാന്തിയാതിരിക്കും കരത്തെ മറക്കുകെ. അന്ധജനതൻ തോളിൽ ചവിട്ടിയേ മന്ത്രിപീഠത്തിൽ ഞെളിഞ്ഞു കയറുകിൽ നല്ല ഭരണമായേൽക്കുകില്ലെന്നും ഈ ചൊല്ലഴും കേരള വീരജനാവലി. കൈവന്നു മന്ത്രിമാർക്കൊക്കെ കൈതവ മറ്റുള്ള പൂർണ്ണ ഇന്നു സന്തുഷ്ടരാം ഭീകരവേദനം തിന്നു
ഉദ്യോഗസ്ഥ വർഗമേധാവികൾ പൊന്നോണമെന്നാകിലും കോരനു കുമ്പിളിൽ കഞ്ഞി വൈകൃതം. എങ്ങുമ സ്വാതന്ത്ര്യം, എങ്ങുമ സമത്വം, എങ്ങും അനീതി. എങ്ങും അനീതി, അനീതി. വികസനമിന്നിതോ വികസനം. എങ്ങുമ സ്വാതന്ത്ര്യം, എങ്ങുമ സമത്വം, എങ്ങും അനീതി. വികസനമിന്നിതോ വിണ്ടല വെൺമാടമേറുന്നു, നിങ്ങളിക്കുണ്ടിലടിയുന്നു പാവങ്ങൾ വേരുകൾ. ദീർഘയത്നത്താൽ തളിർക്കുകയാണിന്നു ശാഖകളേക്ക് കരിവുതാം പൂമരം. പൊൻപൂവിരിയും പൂമരത്തിനെടും കൊമ്പിൽ കളിക്കുന്നു മൂളിക്കുരങ്ങുകൾ. കാക്കുന്നിതീ മരക്കൊമ്പിന് രാപ്പകൽ കാക്കയും മൂങ്ങയും കൃദ്രനിവകവും. വാട്ടമകന്നൊരു നോക്കു പിഴക്കായ നോട്ടങ്ങൾ. തോട്ടം നനയ്ക്കുന്ന കൂട്ടരെ ലോഭമറ്റുള്ളൊരീ വെള്ളിമഴയുന്നു മാമരച്ചില്ലയിൽ ചെന്നു പതിക്കയാ. കൊമ്പും തടിയും ഇച്ചില്ലയും താങ്ങി നിന്നന്ധതമസിൽ കഴിയുന്ന വേരുകൾ. നിത്യം നികുതി പണത്താൽ ഖജാനതൻ കുംഭവീർപ്പിച്ചു തരുന്നൊരു വേരുകൾ. വെള്ളമിത്തൊണ്ടയ്ക്കു വെള്ളമെന്നാർത്തിപ്പൂ തള്ളായ തോട്ടം നനയ്ക്കുന്ന കൂട്ടരെ. തള്ളായ തോട്ടം നനയ്ക്കുന്ന കൂട്ടരെ. ഇതൊരു പ്രത്യേകതയുള്ള ഒരു കവിതയായിട്ട് പ്രത്യേക ഗവൺമെന്റ് ഉദ്ദേശിച്ചല്ല, എല്ലാവർക്കും ബാധകമാണ്. ആളുകൾ ശ്രദ്ധിക്കണ്ടേ, നമ്മള് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കണം, അവരുടെ കഷ്ടപ്പാടുകൾ ഭരിക്കുന്നതാണ്. ഏതാണ്ട് 10-80 വർഷം കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതിനനുസരിച്ച് പുരോഗതി ഉണ്ടായിട്ടുണ്ടോ, എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നുള്ളത് ശരിയാണ്. ആ ഒരു പ്രയാസം ഒരു വശത്തുണ്ടെങ്കിലും ആനുപാതികമായ ഒരു വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കവി ഉദ്ദേശിക്കുന്നത്. ആരെയും പ്രത്യേകമായി ഉദ്ദേശിച്ചേ അല്ല. ഭരണകൂടത്തോട് വളരെയധികം അനുഭാവം പ്രകടിപ്പിച്ച കവിയാണ് കുഞ്ഞിരാമൻ നായർ. തികഞ്ഞ ഗാന്ധിയനായിരുന്നു. ഏതായാലും അടുത്ത ഒരു കവിതയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം. അതെ.